അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് പുതിയൊരു അനൗൺസ്മെന്റ് വന്നിരിക്കുകയാണ്. ബിഗ് ബോസിലേക്ക് ഒരു അതിഥി വരുന്നു എന്നുള്ള ഒരു അനൗൺസ്മെന്റ് അവിടുത്തെ കണ്ടസ്റ്റൻസിന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും അവരെ വരവേൽക്കാനായിട്ട് എന്ന് വെച്ചാൽ ഈ അതിഥിയെ വരവേൽക്കാനായിട്ട് ബിഗ് ബോസ് ഒരു വെൽക്കം സോങ് ഒക്കെ റെഡിയാക്കാൻ കണ്ടസ്റ്റന്റിനോട് പറയുന്നുണ്ട്. അവരെല്ലാവരും ചേർന്ന് ഒരു പാട്ടൊക്കെ റെഡിയാക്കി അങ്ങനെ ആരാണോ നമ്മുടെ വെയിറ്റ് അവരെ വരവേൽക്കാൻ വേണ്ടി നിൽക്കുവാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ സ്പൈക്കുട്ടനായിരുന്നു. പിന്നെ അവിടെ പാട്ടും മേളവും ബഹളമൊക്കെ ആയി എല്ലാവരും ഡാൻസ് കളിയും അതുപോലെ ഭയങ്കര ഗാനമേള പോലെയായിരുന്നു. സ്പൈക്കുട്ടൻ വന്നത് വേറെ ഒന്നിനുമല്ല, ഇൻസ്പെക്ഷന് വേണ്ടിയിട്ടായിരുന്നു. കാരണം കഴിഞ്ഞ ആഴ്ചയായിരുന്നു നമ്മുടെ ലാലേട്ടൻ വന്നിട്ട് വീടൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ വീട് വൃത്തിയുണ്ടോ, ഓരോ ഭാഗവും വൃത്തിയുണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാനായിട്ട് വന്നതായിരുന്നു. അതുപോലെ ഈ വീട്ടിലെ ഓരോ കാര്യങ്ങളും അന്വേഷിക്കാനായിട്ട് സ്പൈക്കുട്ടൻ ഇടയ്ക്കിടയ്ക്ക് വരും എന്നുള്ള ഒരു വാർത്ത കൂടി നേരത്തെ തന്നെ നമ്മുടെ ലാലേട്ടൻ പറയുകയുണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വീട് വൃത്തിയുണ്ടോ എന്ന് നോക്കാനായിട്ട് നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ സ്പൈക്കുട്ടനാണ്, വേറെ ആരുമല്ല. അപ്പോൾ ആ സ്പൈക്കുട്ടനെ വരവേറ്റ് എല്ലാവരും ഡാൻസും പാട്ടും എല്ലാവരും അവിടെ ഒരു ഗാനമേള പോലെ തന്നെ എല്ലാവരും റെഡിയായി വരവേറ്റിട്ട് നമ്മുടെ സ്പൈക്കുട്ടനെ വീട്ടിലേക്ക് കയറ്റുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് കയറ്റുന്ന സമയത്ത് സ്പൈക്കുട്ടൻ എല്ലാവരെയും ചെന്ന് വൃത്തിയുണ്ടോ, സ്പൈക്കുട്ടൻ അതിൻ്റെ ഇടയിൽ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ, അത് അതിലേറെ വലിയ ന്യൂസാണ്. അപ്പോൾ സ്പൈക്കുട്ടനും അതിൻ്റെ ഇടയിലൂടെ ഡാൻസ് കളിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പാട്ട് ആഘോഷത്തോടെ ആളെ വരവേറ്റ് വീടിനകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. അങ്ങനെ വീടിനകത്ത് കയറ്റി ആ തൊട്ടടുത്ത് തന്നെ നമ്മുടെ നെവിൻ ആൾ പുറത്ത് പോയതായിരുന്നു, ക്വിറ്റ് ചെയ്ത് പോയതായിരുന്നു. പക്ഷെ ആൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഡബിൾ സ്ട്രോങ്ങോടുകൂടി ഗെയിം കളിക്കാൻ വേണ്ടി ആൾ വീണ്ടും തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ന്യൂസ്. അപ്പം നെവിൻ വരില്ലെന്ന് വിചാരിച്ചു. ആദിലയും നൂറിയൊക്കെ കുറേ പ്രൊവോക്ക് ചെയ്തു ആൾ പോകാൻ വേണ്ടിയിട്ട്, അതുപോലെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആൾ തിരിച്ചെത്തി. വീട്ടുകാർക്ക് എല്ലാവർക്കും ഏകദേശം സന്തോഷമായിട്ടുണ്ട്. അങ്ങനെ അനു, ആദില, നൂറ ഇവരൊക്കെ മാറി നിന്ന് അങ്ങനെ കുറ്റമൊക്കെ പറയുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവർക്ക് നെവിൻ വന്നതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ഓരോരുത്തരും നമ്മുടെ ഉണിയിലൊക്കെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. കാരണം നെവിൻ ഒരു എൻ്റർടൈനർ ആണെങ്കിൽ പോലും ആളൊരു ശുദ്ധനാണ് എന്നൊരു വിശ്വാസം എല്ലാവർക്കും ഉണ്ടായി. പക്ഷെ എല്ലാവരും ഗെയിം കളിക്കാൻ വന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്ട്രാറ്റജിയും എല്ലാം കാണും. പിന്നെ നമുക്ക് വീണ്ടും കാണാം.